ആ ചേച്ചി എവിടെ ആശ? ഞാൻ അച്ഛനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിട്ട് വന്നത്. ആശയുടെ അച്ഛൻ എവിടെ? അല്ല, അച്ഛൻ വന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആണോ? അതാ വാ വാ, ദേ എടുക്കണ ആർക്കും വേണ്ട. ആ ഉണ്ടോ? എൻ്റെ പോലത്തെ ഭംഗിയും തടിയൊക്കെ ഉണ്ടോ? സൈസ് എത്ര? സൈസ് 40. 40 സൈസ്. ओल्ड बॉय जैसा लाइट कर दे दो, थोड़ा भी दे दो, थोड़ा ഇത് വേണ്ട, ചെക്ക് വേണ്ട അല്ലേ? പ്ലെയിൻ കുറച്ചുകൂടെ കളിക്കും. ദേവോ ഈ അച്ഛന് ബ്ലൂ. ആ ഇത് കൊള്ളാലോ, ഇത് മതിയില്ലേ? ഇത് കൊള്ളാല്ലേ? കണ്ട നല്ലല്ലേ ചാണപ്പച്ച? ഇത് നല്ലത് ചാണപ്പച്ച. വിളിച്ചിട്ട് പോയല്ലോ. അയ്യോ വേണ്ട, ചായ വേണ്ട. അയ്യോ ഇവിടെ വരെ ഈ ഷോപ്പിൽ അവിടെ ഉണ്ട് ഒരു ഷോപ്പ്, ഒരു കോഫി കുടിക്കുന്ന. വാ പ്ലീസ്. മാഡം. താങ്ക് യു സർ. നന്ദി. ഹാവ് എ നൈസ് ഡേ. അച്ഛൻ എന്തായാലും ഈ പ്രാവശ്യം ഭയങ്കര സന്തോഷവും. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഓരോ പ്രാവശ്യം ഓരോ ബുദ്ധിമുട്ട് കാരണം കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. എന്ത് ബുദ്ധിമുട്ട് ആശക്ക്? എനിക്കെന്താ ബുദ്ധിമുട്ടുണ്ടാവൂലേ? ഒരു നല്ലൊരു വീടുണ്ട്, ഒരു ഹസ്ബൻഡ് ഉണ്ട്, അതും പോലീസിൽ, അടിപൊളി. ഒരു മോളുണ്ട്. ഇതൊക്കെ പോലെ ഒരു സ്ത്രീക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ. ഇത്രയൊക്കെ മതി എന്ന് ഇയാളോട് ആരാ പറഞ്ഞേ? അല്ല ഞാൻ അത് പോട്ടെ, അച്ഛനെ കൊണ്ടുണ്ടോ ആരോ പറഞ്ഞ? വീട്ടിലേക്ക് നാളെ അമ്മയുടെ ആണ്ട, തറവാട് വരെ ഒന്ന് കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു. അപ്പം അച്ഛൻ നിങ്ങളുടെ അല്ലേ താമസിക്കുന്നത്? ഞാൻ എന്തായാലും ഇറങ്ങട്ടെ, സമയായി. ചായ മതി, മോളെ കൂട്ടണം. ആ ശരി. ആ എത്തിയോ? എന്താ കാര്യമായിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. എടപ്പായിരുന്നു അച്ഛനൊരു ഷർട്ട് വാങ്ങാൻ. ആ എന്നിട്ട് നല്ല ഷർട്ടൊക്കെ കിട്ടിയോ? നീ ആരോട് ചോദിച്ചിട്ടാ പോയെ? ചോദിച്ചില്ലേ? നീ ആരോട് ചോദിച്ചിട്ടാ പോയത്? അച്ഛനെ നാളെ കൊണ്ടോണ്ടേ? ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പോയത്. നീ എൻ്റെ ഭാര്യയാണെങ്കിലേ ഞാൻ അറിയണം നീ പോകുമ്പോ. ഇനി അച്ഛനും ഇല്ലൊരു അടിയന്തരവും ഇല്ല. ഹലോ, എന്താ വിളിച്ചേ? അച്ഛന് ഇഷ്ടമായോ? ഷർട്ട് ഇഷ്ടമായോ? അതിന് അച്ഛൻ എൻ്റെ കൂടെ അല്ലല്ലോ. അശ്ശോ, ഞാനത് മറന്നുപോയി. എപ്പോഴാണ് അച്ഛനെ കാണാൻ നിങ്ങൾ പോകുന്നത്? പോകുന്നില്ല. കൊല്ലത്തിൽ ഒരു ദിവസം ഞാൻ ചോദിക്കുന്നത്, അതും കൂടി സമ്മതിക്കൂല എന്ന് വെച്ചാ ഇനി എന്തായാലും കയ്യും കാലും പിടിച്ചു പോകാൻ ഞാനിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ഹലോ ഹലോ,
ഇവിടെ ഒന്ന് നിർത്തി, ഒന്ന് നിർത്തി. നല്ല കാറ്റല്ലേ? മോന് പോലീസിലാണ് എന്നല്ലേ പറഞ്ഞേ? ആ ആ അല്ല, ഈ താടി. ആ അത് മഫ്തി പോലീസില്ലേ? രഹസ്യ പോലീസ്. രഹസ്യ ആ കള്ളയും. പോവാ. നന്നായി. താടി കുറക്കണം, കുറച്ചധികമായി. കുഴപ്പമില്ല, ജോലിയുടെ ഭാഗല്ലേ. ഇനി അങ്ങോട്ട് ഇവിടെ ഒന്ന് സൈഡാക്കിയ ഈ കടയുടെ. ചേട്ടാ 2 ലൈം ജ്യൂസ്. ഇങ്ങോട്ടൊന്നും കാണാനില്ല. തിരക്കല്ലേ, പരിചയക്കാരാ. എന്നാ ഊരി ചുറ്റലാണോ? ഊരു ചുറ്റിലൊക്കെ നിന്നു. ഇപ്പൊ പഴയ പോലെ അല്ല, പ്രായമായി വരല്ലേ. ഈ കാലുണ്ടല്ലോ, കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്കും മസിലിന്റെ അവിടെ ഒരു പിടുത്തം. അതുകൊണ്ട് ഇപ്പോ മോളുടെ കൂടിയാ. അത് ശരി. നിനക്ക് വേണോ? വേണ്ട, ഞാൻ കുടിച്ചതാ. ഇപ്പൊ തന്നെ കണ്ടോ, ഇവിടം വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. കോൺസ്റ്റബിളിനെ കൂട്ടി വിട്ടിരിക്കുക. കഴിഞ്ഞ് തന്നെ ഞാൻ വെച്ചോ. ചേട്ടാ എന്നാ ക്ലാസ് എന്നാ. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട. അല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്ക് തേൻമുട്ടായി. ചേട്ടാ 10 രൂപ തേൻമുട്ടായി. അപ്പൊ 40. പോവാം. ഇത് പിടിച്ചോ. ശരി കേട്ടോ. ആയിക്കോട്ടെ. പോയൂരാ. ആഹാ, എത്തിയോ? ഞാനും മോളും ഒറ്റയ്ക്കാണെന്നുള്ള വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? ശങ്കരൻ്റെ കടയിൽ നിന്ന് കുറേ തേൻമുട്ടായും വാങ്ങിച്ചോണ്ട് വന്നാൽ എല്ലാം ആയി എന്നാ വിചാരം.